ഡോക്ടറായതിൽ നിന്ന് സിവിൽ സർവീസ് രംഗത്തേക്ക് വന്നത് തന്നെ എൻ്റെ പ്രവർത്തന മേഖല കുറച്ചും കൂടി വിപുലമാകും എന്നുള്ളൊരു ആശയത്തിൻ്റെ മേലാണ്. അപ്പോൾ IAS എന്ന് പറയുന്നത് വളരെ ഡൈവേഴ്സ് ആയ ഒരു ഫീൽഡാണ്. അതിപ്പോൾ ഒരു പ്രത്യേക മേഖലയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലകൾ പലതാവാം, സ്ഥലങ്ങൾ പലതാവാം. അപ്പോൾ ഓരോ സ്ഥലത്തെയും ആവശ്യത്തിനനുസരിച്ചും ഓരോ മേഖലയുടെ ആവശ്യങ്ങളനുസരിച്ചും പ്രവർത്തിക്കും. പ്രത്യേകിച്ച് ഞാനൊരു ആരോഗ്യ മേഖലയിൽ നിന്ന് വരുന്നതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കാനുള്ള അവസരമുണ്ടായാൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും പ്രവർത്തിക്കാനും കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. എല്ലാ കുട്ടികളെയും പോലെ തന്നെ ചെറുപ്പത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ എല്ലാ പാഠങ്ങളും ഞാനും പഠിച്ചത് അച്ഛനും അമ്മയിൽ നിന്നാണ്. എനിക്ക് പ്രത്യേകതയായി തോന്നിയ രണ്ട് കാര്യങ്ങൾ, ഒന്ന് കൃത്യനിഷ്ഠയും മറ്റൊന്ന് ഭക്തിയുമാണ്. അച്ഛൻ്റെ പ്രവർത്തന മേഖലയും എൻ്റെ ഡോക്ടർ ജീവിതവും ഇപ്പോഴത്തെ സിവിൽ സർവീസും തമ്മിലുള്ള ഈ മൂന്ന് മേഖലയും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധമെന്ന് പറയുന്നത് മൂന്നും പൊതുജനങ്ങളുമായി നേരിട്ട് ഇടപഴകുന്ന മേഖലകളാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ അനുഭവപരിചയവും എൻ്റെ ചുരുങ്ങിയ കാലത്തെ ഡോക്ടറായുള്ള അനുഭവപരിചയവും ഇനി വരുന്ന സിവിൽ സർവീസ് മേഖലയിലും പൊതുജനങ്ങളുമായി പ്രത്യേകിച്ച് സാധാരണക്കാരുമായി ഇടപെടുമ്പോൾ കൂടുതൽ സഹായിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സിവിൽ സർവീസ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു പരീക്ഷയല്ല. പ്രത്യേകിച്ച് ഇതിൻ്റെ പരീക്ഷാ കാലഘട്ടം തന്നെ ഏകദേശം 1 വർഷത്തോളം നീളുന്നതുകൊണ്ട് ഈ മുഴുവൻ സമയത്തും, പഠിക്കുമ്പോൾ മാത്രമല്ല പരീക്ഷയുടെ സമയത്തും കുടുംബത്തിൽ നിന്നുള്ള ഒരു പിന്തുണ കൂടാതെ മുമ്പോട്ട് പോകാൻ സാധ്യമല്ല. പ്രത്യേകിച്ച് വിവാഹിതരായ ആൾക്കാർ ഇതിലേക്ക് വരുമ്പോൾ പഠിത്തത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് തീർച്ചയായും ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വളരെ നല്ലൊരു സപ്പോർട്ട് ആവശ്യമാണ്. പഠനത്തിൽ മാത്രമല്ല നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളിലും പഠിക്കാൻ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ അവരുടെ ഒരു സപ്പോർട്ട് ഇല്ലാതെ ആർക്കും ഈ ഒരു മത്സര പരീക്ഷ കടന്നു കയറാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എൻ്റെ ഭർത്താവ് ഡോക്ടറാണ്. ഇപ്പോൾ PG ഓർത്തോപീഡിക്സിൽ PG ചെയ്യുന്നു. പേര് ഭഗത് LS എന്നാണ്. ഇപ്പോൾ മംഗലാപുരത്ത് ഓർത്തോപീഡിക്സിൽ PG ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ഒഴിവാക്കില്ല. കാര്യം റിസ്കുകളുള്ള മേഖല ഏറ്റെടുക്കാൻ തയ്യാറായതുകൊണ്ടാണ് ഡോക്ടർ എന്ന പദവിയിൽ നിന്ന് സിവിൽ സർവീസിലേക്ക് ഞാൻ വന്നത്. പ്രത്യേകിച്ച് എനിക്ക് കൂടുതൽ അടുത്തറിയാവുന്ന ഒരു മേഖല എന്ന നിലയിൽ KSRTC MD എന്നൊരു സ്ഥാനത്തേക്ക് എത്തപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ആ പ്രസ്ഥാനത്തെ നിലനിർത്തുന്നതിനും, കാരണം ജനോപകാരപ്രദമായ ഒരു പ്രസ്ഥാനമാണ്, ലാഭവും നഷ്ടവും നോക്കി നടപ്പാക്കേണ്ട ഒരു പ്രസ്ഥാനമല്ല KSRTC. അതുകൊണ്ട് തന്നെ ആ പ്രസ്ഥാനത്തെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് എത്തിക്കുന്നതിലും അതിലെ ജീവനക്കാർക്ക് അവരുടെ ജോലിക്കനുസരിച്ച് വേതനം കൃത്യമായി ലഭിക്കുന്നതിനും എന്നെക്കൊണ്ടാകാവുന്ന രീതിയിലുള്ള നടപടികൾ തീർച്ചയായും സ്വീകരിക്കും. എനിക്ക് അതിൻ്റെ ആഴത്തിൽ പഠിച്ചിട്ടില്ല, പക്ഷേ എൻ്റെ അറിവ് വെച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാം. പക്ഷേ എനിക്ക് തോന്നുന്നു കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയെങ്കിലേ യഥാർത്ഥത്തിൽ പ്രശ്നം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് തോന്നുന്നു. ആരോഗ്യ വിദ്യാഭ്യാസം അല്ലെങ്കിൽ മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രം നിന്നുകൊണ്ട് വ്യത്യസ്തമാക്കാൻ സാധിക്കുന്ന ഒരു മേഖലയല്ല. അത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അല്ലെങ്കിൽ ഒരു ഓൾ ഇന്ത്യ തലത്തിൽ നിയന്ത്രിക്കപ്പെടുന്ന കാര്യമാണ്. ആ ഒരു മേഖലയിലേക്ക് എത്തിപ്പെടാൻ കഴിയുവാണെങ്കിൽ തീർച്ചയായും മെഡിക്കൽ വിദ്യാഭ്യാസം ഒരു തിയറി ഓറിയൻറ്റഡ് അപ്രോച്ചിൽ നിന്ന് കുറച്ചും കൂടി പ്രാക്ടിക്കലായ രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള എന്തെങ്കിലും നടപടികൾ ചെയ്യണമെന്നാണ് ആഗ്രഹം. ഇനി അതല്ലാതെ മെഡിക്കൽ ആരോഗ്യ രംഗത്തെ പറ്റിയാണെങ്കിൽ സാധാരണക്കാർ കൂടുതലായി ആശ്രയിക്കുന്ന ഗവൺമെൻറ് ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ, ജില്ലാ ആശുപത്രികൾ തുടങ്ങിയവയുടെ പ്രവർത്തനം കുറച്ചുകൂടി ആളുകൾക്ക് സൗകര്യപ്രദമായ രീതിയിലും വൃത്തി ഉള്ള രീതിയിലും കുറച്ചുകൂടി പ്രയോജനപ്രദമായ രീതിയിലും മാറ്റിയെടുക്കുന്നതിനായിരിക്കും ശ്രമിക്കുക. ഒന്നാമത്തെ കാര്യം, അഴിമതി എന്ന് പറയുന്നത് ആരോഗ്യരംഗത്ത് മാത്രമല്ല, വിദ്യാഭ്യാസ രംഗത്തായാലും ഏതൊരു രംഗത്തായാലും അഴിമതി ഒരു സാർവത്രികമായ സത്യമാണ്. അത് ഒറ്റ നിമിഷം കൊണ്ട് തുടച്ചു നീക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല. പക്ഷേ മെഡിക്കൽ രംഗവുമായി കൂടുതൽ ബന്ധമുള്ള ഒരാളെന്ന രീതിയിൽ ഈ മേഖലയിൽ വരുന്ന അഴിമതി അല്ലെങ്കിൽ അതേപോലെയുള്ള ക്രമക്കേടുകൾ കുറച്ചും കൂടി വ്യക്തമായി എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ എവിടെയാണോ കൃത്രിമത്വം കാണുന്നത് അത് വ്യക്തമായി റിപ്പോർട്ട് ചെയ്യാനും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ റിപ്പോർട്ട് ചെയ്ത് അതിൻ്റെ പോളിസി മേക്കിംഗ് ലെവലിൽ എത്തിക്കാനും ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. തീർച്ചയായും പോളിസി മേക്കിംഗ് എന്ന് പറയുന്നത് ഒരു ജനപ്രതിനിധികളുടെ ജോലിയാണ്. എങ്കിലും അതിൻ്റെ
കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത് അറിയിക്കുക എന്നുള്ളത് ഞാൻ എൻ്റെ ജോലി കൃത്യമായി ചെയ്യാൻ ശ്രമിക്കും. ഞാൻ പറഞ്ഞല്ലോ, അഴിമതി എന്ന് പറയുന്നത് ഒറ്റയടിക്ക് തുടച്ചു നീക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്നാമത് ഒരു മേഖലയിൽ, ഏത് മേഖലയിലായാലും ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ജോലിക്ക് അനുസൃതമായി ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കാൻ ആവശ്യമുള്ള വരുമാനം നൽകുക എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം യുവാക്കൾക്കിടയിലുള്ള ബോധവൽക്കരണമാണ്. അത് പെട്ടെന്ന് സാധിക്കുന്ന ഒരു കാര്യമല്ലെങ്കിലും വളരെ ചെറിയ ലെവലിലെ സ്കൂൾ കാലഘട്ടം മുതലേ ആ ഒരു ബോധം വളർത്തിയെടുക്കുക എന്നുള്ളതുണ്ട്. മൂന്നാമതൊരു കാര്യം ചെയ്യാനുള്ളത്, കൂടുതൽ ഹ്യൂമൻ ഇൻ്റർഫറൻസ് ഇല്ലാതെ കുറച്ചുകൂടി കമ്പ്യൂട്ടർ വേസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ അഴിമതി, നേരിട്ട് ആൾക്കാർ ഇടപെടുന്നത് കുറയും തോറും അഴിമതിയുടെ ലെവലും കുറഞ്ഞു വരും. അത് എല്ലാ അച്ഛനമ്മമാരും നമ്മുടെ മക്കൾ നല്ല നിലയിൽ വരാൻ തന്നെയാണ് കഷ്ടപ്പെടുന്നത്. അപ്പോൾ അവരുടെ പരിശ്രമം ആത്മാർത്ഥവും മറ്റൊരാളെ ഉപദ്രവിക്കാതെ നമ്മൾ കറക്റ്റാണെങ്കിൽ നമ്മുടെ മക്കൾ നേരെ ആയിക്കോളും. ഒരു അല്പ ഈശ്വരഭക്തികളാകുമ്പോൾ അത് പൂർണ്ണമായി കഴിഞ്ഞു. അവരുടെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഇല്ലവല്ലായ്മകളും അറിഞ്ഞു വേണം നമ്മൾ മക്കളെ വളർത്താൻ. ഒരിക്കലും മക്കൾ ദന്തഗോപുരത്തിൽ വസിക്കാൻ വിടരുത്. നമ്മളുടേതായ എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് അവരെ ബോധവൽക്കരിച്ച് അവരുടെ എല്ലാ ക്ലാസ്സിലും പഠിത്തത്തിലും അവരുടെ എല്ലാ നടപടികളിലും നമ്മൾ ഇടപെട്ട് ഒരു നല്ല യൂത്തിനെ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും. ഒന്നും അറിയാൻ മേലാതെ നമ്മൾ അച്ഛനും അമ്മയും മാറി നിന്നിട്ട് പിന്നെ മക്കൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. എല്ലാ കാര്യത്തിലും ഇടപെട്ടിരിക്കണം. നമ്മുടെ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും അവർക്ക് പങ്ക് കാണണം. അവരറിയാതെ നമ്മുടെ കുടുംബത്തിലോ ഒന്നും നടക്കാൻ പാടില്ല. സർവീസ് കാലാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഓഫീസറായി കഴിഞ്ഞപ്പം എൻ്റെ ഇളയ മകളും വൈഫും കൂടെ തൃശ്ശൂർ പോയി മെഡിക്കൽ എൻട്രൻസ് പഠിക്കേണ്ടി വന്നു. അപ്പം ഞാൻ തന്നെ കഞ്ഞിയൊക്കെ വെച്ച് പൊതിയൊക്കെ കെട്ടി ഓഫീസിൽ പോകേണ്ടി വന്നു. എങ്കിലും ഒരു മകളെ കോട്ടയം മെഡിക്കൽ കോളേജിൽ MBBS പഠിക്കുന്നു. ഞാൻ ഓഫീസറായിട്ട് എരുമേലി പൊൻകുന്നം ജോലി ചെയ്യുന്നു. എൻ്റെ ഇളയ മകളെ കൊണ്ട് ഭാര്യ തൃശ്ശൂർ വാടക വീടെടുത്ത് താമസിക്കുന്നു. അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഒരു 3 വർഷം അനുഭവിച്ചു. എന്നാലും എനിക്കതിന് റിസൾട്ട് ഉണ്ടായി. കൊച്ചുമകൾക്ക് MBBS അഡ്മിഷൻ കിട്ടി. അവളിപ്പം കൊച്ചി മെഡിക്കൽ കോളേജിൽ 4ാം വർഷം MBBS പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. രമ്യ രാജ്, കൊച്ചി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ 4ാം വർഷം MBBS പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, നമ്മളാർക്കും ഒരു ദ്രോഹം ചെയ്യാൻ പാടില്ല. കഴിയുമെങ്കിൽ ചെയ്യാവുന്ന ഉപകാരങ്ങൾ ചെയ്യുക. അപ്പം താനെ നമ്മുടെ മക്കളും നന്നായിക്കൊള്ളും. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ. പിന്നെ കഴിവതും ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ മക്കളെ അറിയിച്ച് വളർത്തുക, മറ്റുള്ളവരെയും അതിനനുസരിച്ച് പ്രേരിപ്പിക്കുക. അതേ ഉള്ളൂ നമുക്ക്. കാരണം നമ്മൾ കറക്റ്റാണെങ്കിൽ നമ്മുടെ മക്കളും നന്നായിരിക്കും. എനിക്ക് എൻ്റെ മകളുടെ വിജയത്തെപ്പറ്റി ആദ്യം എനിക്ക് പറയാനുള്ളത്, എന്നെ തന്നെയായിട്ടാണ് എൻ്റെ മകളെ ഞാൻ കാണുന്നത്. പ്രത്യേകിച്ച് പെൺമക്കളുള്ള അമ്മമാരോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്. നമ്മൾ ചെറുപ്പം തുടങ്ങി അവർക്ക് വിദ്യാഭ്യാസപരമായിട്ടും അല്ലാതെ ഒരു പെൺകുട്ടി ഇന്നത്തെ സമൂഹത്തിൽ എങ്ങനെയൊക്കെ ജീവിക്കണം എന്നുള്ള രീതിയിൽ അവർക്ക് നമുക്കറിയാവുന്ന നമ്മുടെ സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന അറിവുകളെല്ലാം അവർക്ക് ചെറുപ്പം തുടങ്ങി പറഞ്ഞു കൊടുക്കുകയും ഒരു കൃത്യനിഷ്ഠയോടുകൂടി അവരെ വളർത്തിയെടുത്താൽ എന്നെപ്പോലെ തന്നെ, അല്ലെ എൻ്റെ മകളെപ്പോലെ തന്നെ സാധാരണക്കാരായ ആർക്കും ഇതേപോലൊരു വിജയം നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സാധാരണക്കാരെന്ന് ഉദ്ദേശിച്ചാൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി, ഒരു നാട്ടിൻപുറത്ത് ജനിച്ച് തികഞ്ഞ ഒരു നാട്ടിൻപുറത്തുകാരിയായിട്ട് വളർന്ന എനിക്ക് കുറച്ചും കൂടി ഉയരങ്ങളിൽ എത്തണമെന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ വിവാഹം കഴിഞ്ഞു, മക്കളായി. പിന്നെ അതിൽ നിന്ന് ഞാനങ്ങ് വ്യതിചലിച്ചു പോയി. അതിന് ശേഷം എനിക്ക് എന്തൊക്കെ ആകണമെന്നോ എന്ന് വെച്ചാൽ ഞാനൊരു സിവിൽ സർവീസിലെത്തും എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആ ഒരു രീതിയിൽ എനിക്കറിയാവുന്ന അറിവുകളും അങ്ങനെ എല്ലാം ചെറുപ്പം തുടങ്ങി അവരെ പഠിപ്പിച്ചാണ് ഇന്നത്തെ നിലയിൽ അവരെ എത്താൻ സാധിച്ചാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്നെപ്പോലെ തന്നെ എൻ്റെ സമാന രീതിയിലുള്ള ഏത് വീട്ടമ്മയ്ക്കും
മക്കൾ ചെറുപ്പം തുടങ്ങി, അവർക്ക് പ്രായമായി കഴിഞ്ഞ് അവരെ ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല. അവർക്ക് ഈ സ്കൂൾ ക്ലാസ്സുകളിൽ തുടങ്ങിയാണെങ്കിലും അല്ലെങ്കിൽ ലോകവുമായിട്ട് അവർ ഇടപെടാൻ തുടങ്ങുന്ന കാലം തുടങ്ങി അവർക്ക് ചിട്ടയായിട്ടും അടുക്കായിട്ടും നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അവരുടെ വിദ്യാഭ്യാസത്തിലും മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയോടെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെപ്പോലുള്ള ഒരു സാധാരണക്കാരിയായ വീട്ടമ്മയായ എന്നെപ്പോലുള്ള ഏതൊരാൾക്കും അവരുടെ മക്കളെ, പ്രത്യേകിച്ച് പെൺമക്കളെ, അതിനെടുത്തു പറയുന്നു, പെൺമക്കളെ ഇതുപോലും ഇതിലും ഉയരങ്ങളെത്തിക്കാൻ സാധിക്കും എന്നുള്ളത് തീർച്ചയാണ്. എൻ്റെ പഠനത്തെ സംബന്ധിച്ച് ഞാൻ അതൊന്ന് വ്യക്തമായിക്കോട്ടെ. ഞാൻ പഠിച്ചത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ്. ഞാൻ 10ാം ക്ലാസ് വരെ മാത്രം മലയാളം ഒരൊറ്റ വിഷയം മാത്രമേ പഠിച്ചിട്ടുള്ളൂ. 11ലും 12ലും ഹിന്ദി ആയിരുന്നു എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ്. അതിനുശേഷം MBBS സമയത്തും ഞാൻ മലയാളം പഠിച്ചിട്ടില്ല. ഈ പരീക്ഷയെ സംബന്ധിച്ചാണെങ്കിൽ ഈ പരീക്ഷയ്ക്ക് 9 പേപ്പറുകളുള്ളിൽ ഒരു വിഷയം മാത്രമാണ് മലയാളം ഐച്ഛിക വിഷയം. ബാക്കി എല്ലാ വിഷയങ്ങളും ഇംഗ്ലീഷിലാണ് എഴുതേണ്ടത്. അതിനുശേഷം ഇൻ്റർവ്യൂവിന് ഞാൻ പങ്കെടുത്തതും ഇംഗ്ലീഷിൽ തന്നെയാണ്. ഐച്ഛിക വിഷയം എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് മാത്രമാണ് ഞാൻ മലയാളമായിട്ട് എടുത്തത്. പിന്നെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സർക്കാർ സ്കൂളുകളിൽ കുട്ടികൾ കുറയുന്നതും പ്രൈവറ്റ് സ്കൂളുകളിൽ കുട്ടികൾ കൂടുന്നതും 100% സർക്കാരിൻ്റെ തെറ്റാണെന്ന് ഞാൻ പറയില്ല. കാരണം നമ്മുടെ ഇടയിൽ ഇപ്പോൾ ഒരു ലോവർ മിഡിൽ ക്ലാസ് ആയ ആൾക്കാർ പോലും കുട്ടികളെ പ്രൈവറ്റ് സ്കൂളുകളിൽ വിടാനാണ് മാതാപിതാക്കൾ താല്പര്യം കാണിക്കുന്നത്. അത് ഒരു പരിധിവരെ സർക്കാർ സ്കൂളുകളുടെ ഒരു ശോചനീയാവസ്ഥന് കാരണമായേക്കാം. എന്നാൽ അതിനുമപ്പുറം പലപ്പോഴും നല്ല സർക്കാർ സ്കൂളുകളും നല്ല അധ്യാപകരും ഉണ്ടെങ്കിൽ പോലും പലരും സർക്കാർ എയ്ഡഡ് സ്കൂളുകൾക്ക് പകരം കുറച്ചുകൂടി ഒരു മോഡേൺ വിദ്യാഭ്യാസം എന്ന നിലയിൽ പ്രൈവറ്റ് മേഖല തിരഞ്ഞെടുക്കുന്നുണ്ട്. അതിന് ശരിയും തെറ്റുമുണ്ട്. ആൾക്കാർക്ക് മികച്ച വിദ്യാഭ്യാസം അല്ലെങ്കിൽ മെച്ചപ്പെട്ട ഇംഗ്ലീഷ് വിദ്യാഭ്യാസം എന്നൊരു തോന്നലുണ്ടാവുന്നത് ഒരു തെറ്റാണെന്നും പറഞ്ഞുകൂടാ. എന്നെ സംബന്ധിച്ച് ഞാൻ സ്റ്റേറ്റ് സിലബസിലാണ് പഠിച്ചത്, CBSEയിലല്ല. പക്ഷേ അതിന് CBSEയും അല്ലെങ്കിൽ ICSE സിലബസും സ്റ്റേറ്റ് സിലബസും തമ്മിൽ എന്തെങ്കിലും രണ്ടിനും അതിൻ്റേതായ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട്. ഭാഷയെ സംബന്ധിച്ചാണെങ്കിൽ മലയാള ഭാഷയോടുള്ള സ്നേഹം കുട്ടികൾക്ക് വളർന്നു വരാൻ ഒരു പരിധിവരെ കുടുംബത്തിൽ നിന്നും ബാക്കി സ്കൂളിൽ നിന്നുമുള്ള പ്രചോദനം ആവശ്യമാണ്. ഒപ്പം ഇംഗ്ലീഷ് ഭാഷയും ആവശ്യത്തിന് ഉപകരിക്കാനും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും വളർന്നിരിക്കുക എന്നുള്ളത് ഇന്നത്തെ സമൂഹത്തിൻ്റെ ഒരു ആവശ്യവും കൂടിയാണ്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് എല്ലാ സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ എല്ലാ മേഖലകളിലും ഒരേ പദ്ധതി ഒരേ രീതിയിൽ നടപ്പാക്കുക എന്ന് പറയുന്നത് വിഷമകരമാണ്. കാരണം ഇപ്പോൾ ഒരു ബീഹാറിലെയോ ഒറീസയിലോ സ്ഥിതിയല്ല കേരളത്തിലുള്ളത്. അവിടുത്തെ ഒരു ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളും കേരളത്തിലെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുമായി ഭയങ്കര വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ഓരോ മേഖലയ്ക്കും അവരുടെ നിലവിലുള്ള സ്ഥിതി എന്താണെന്ന് പരിശോധിച്ച് അതനുസരിച്ചുള്ള പദ്ധതികൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് സാർവത്രികമായ ഒറ്റ പദ്ധതി ഉണ്ടാക്കുന്നതിനേക്കാൾ മെച്ചം. ഒരുപക്ഷെ പുതിയതായിട്ട് ഈ പ്ലാനിംഗ് കമ്മീഷനൊക്കെ പകരം വരുന്ന നീതി ആയോഗ് പോലുള്ള സംവിധാനങ്ങൾ കൂടുതൽ ലക്ഷ്യമിടുന്നത് ഇതുതന്നെയാണ്. അപ്പോൾ ഓരോ മേഖലയിലും ഓരോ സംസ്ഥാനത്തും അല്ലെങ്കിൽ ഓരോ പ്രത്യേക മേഖലയിലും പ്രവർത്തിക്കുന്ന ബ്യൂറോക്രാറ്റുകൾ, സിവിൽ സർവൻസ് ആണെങ്കിലും ഉദ്യോഗസ്ഥരാണെങ്കിലും അവരവർ പ്രവർത്തിക്കുന്ന മേഖലകളുമായി അവർക്ക് കൂടുതൽ അടുപ്പമുണ്ട്. അതിൻ്റെ ആവശ്യങ്ങളും ന്യൂനതകളും മനസ്സിലാക്കി സർക്കാരിന് സമർപ്പിക്കുകയും അങ്ങനെ അവരുടെ പോളിസി മേക്കിങ്ങിൽ സഹായിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ രീതി. ഞാനും ആ ഒരു രീതിയിലായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കും. അങ്ങനെ പറയാൻ സാധിക്കുന്നത് ആ കുട്ടിയുടെ മനസ്സിൻ്റെ വിശാല മനസ്കതയാണെന്ന് ഞാൻ പറയും. കാരണം എൻ്റെ അഭിപ്രായത്തിൽ ആ കുട്ടി തികച്ചും ആ റാങ്കിന് അർഹയാണ്. കാരണം ഞാൻ അല്ലെങ്കിൽ എന്നെപ്പോലെയുള്ള കുട്ടികൾ പരീക്ഷ എഴുതുന്നത് പോലെ അത്ര എളുപ്പമായിരിക്കില്ല ഒരുപക്ഷെ ആ കുട്ടിയുടെ വിദ്യാഭ്യാസം. ആ കുട്ടിക്കുള്ള ചില പരിമിതികൾ ആ കുട്ടിയുടെ വിജയങ്ങളാക്കി മാറ്റാൻ അതിന് പിന്നിൽ ഒരുപാട് പ്രയത്നം ആ കുട്ടിക്കും ആ കുട്ടിയുടെ മാതാപിതാക്കളും അതിൻ്റെ പിന്നിൽ ഒരുപാട് സഹനങ്ങളും പ്രയത്നങ്ങളും ഉണ്ടായിട്ടുണ്ടാവാം. അതിനേക്കാൾ വളരെയേറെ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള പൊസിഷനിലുള്ള ഞാൻ അല്ലെങ്കിൽ എന്നെ വിട്ടാൽ മറ്റു പലരും ഒരിക്കലും അതിൻ്റെ 100-1 പോലും കഷ്ടപ്പാട് സഹിക്കാതെ അങ്ങനെ ഒരു രീതിയിലേക്ക്, അങ്ങനെ ഒരു വിജയത്തിലേക്ക് എത്തിച്ചേരാതെ നടക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇങ്ങനെ ചില പരിമിതികൾ ഉണ്ടായിരുന്നിട്ട് കൂടി അതിനെയെല്ലാം അതിജീവിച്ച് വെല്ലുവിളിച്ച് ഇത്ര വലിയൊരു വിജയത്തിൽ എത്തിച്ചേർന്നതിൽ തീർച്ചയായും ആ കുട്ടി എല്ലാവരുടെയും അഭിനന്ദനം അർഹിക്കുന്നു. മാധ്യമങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ ആകുമ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു രാഷ്ട്രീയക്കാരനോ ഒരു നേതാവിനോ അല്ലെങ്കിൽ ഒരു ബ്യൂറോക്രാറ്റിനോ ജനങ്ങളിലുള്ളതിനേക്കാൾ കൂടുതൽ സ്വാധീനമുള്ള മേഖലയാണ് മാധ്യമം. പ്രത്യേകിച്ച് ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയ വന്നതോടുകൂടി ഈ അടുത്ത കാലത്ത് പല സിവിൽ സർവൻസും
മുമ്പോട്ട് വയ്ക്കുന്ന ചില നല്ല ആശയങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനും അതിനെ പ്രോത്സാഹിപ്പിക്കാനും മാധ്യമങ്ങൾ ഒരുപാട് സഹായിക്കുന്നും ശ്രദ്ധിക്കുന്നുമുണ്ട്. പക്ഷേ ഏതൊരു മേഖലയെന്നും പോലെ മാധ്യമ മേഖലയിലും ശരിക്കും ജനങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങൾ ഉയർത്തിക്കാട്ടാനും ജനങ്ങൾക്ക് പ്രത്യേകിച്ച് ഉപയോഗമോ നഷ്ടമോ ഒന്നുമില്ലാത്ത വളരെ ട്രിവിയലായ കാര്യങ്ങൾ അധികം സെൻസേഷനലൈസ് ചെയ്യാതെ ആർക്കും പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ സെൻസേഷന് വേണ്ടി മാത്രം കൊണ്ടുവരുന്ന ഒരു രീതിയോട് എനിക്ക് വിയോജിപ്പുണ്ട്. പക്ഷേ ഈ നല്ല കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ മറ്റേതൊരു വക്താക്കളെക്കാളും ശക്തിയുള്ള ഒരു മേഖലയാണ് സോഷ്യൽ മീഡിയ. പക്ഷേ യുവജനങ്ങൾ ഇത് ഉപയോഗിക്കുമ്പോൾ അവർക്കും അവരുടെ സമൂഹത്തിനും പ്രയോജനകരമായ രീതിയിൽ ഉപയോഗിക്കാനും സ്വയം അപകടങ്ങളിലേക്ക് എടുത്തു ചാടാതെ നിയന്ത്രണത്തോടുകൂടി ഉപയോഗിക്കാനും ശ്രദ്ധിക്കണം എന്നുള്ളത് മറ്റൊരു കാര്യം. രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ രാഷ്ട്രീയക്കാർ ബ്യൂറോക്രസിയേക്കാൾ മോശമാണെന്ന് ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം ബ്യൂറോക്രാറ്റുകൾ അവരുടെ കഴിവ് തെളിയിച്ച് മത്സര പരീക്ഷയിലൂടെ രംഗത്തേക്ക് വരുമ്പോൾ രാഷ്ട്രീയക്കാർ ജനങ്ങളുടെ സമ്മതിയോടുകൂടിയാണ് ഈ രംഗത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ജനസമ്മതിയെ മാനിക്കുക എന്നുള്ളത് ഏതൊരു പൗരനെയും പോലെ ബ്യൂറോക്രാറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അതിനുമപ്പുറം നമ്മളൊരു ഗവൺമെൻറ് സിസ്റ്റത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ സിസ്റ്റത്തിൻ്റേതായ രീതികൾക്കനുസരിച്ച് പ്രവർത്തിക്കുക എന്നൊരു ധർമ്മം കൂടി നമുക്കുണ്ട്. ഒരു ദിവസം കൊണ്ട് ഒരു കളക്ടർക്ക് എല്ലാ നിയമങ്ങളും മാറ്റിമറിക്കാൻ സാധ്യമല്ല. പക്ഷേ ഈ സിസ്റ്റത്തിനനുസരിച്ച് മോൾഡ് ചെയ്യുമ്പോഴും നമുക്ക് നമ്മുടേതായ ഒരു പേഴ്സണൽ എത്തിക്സ് ഉണ്ട്. ശരിയും തെറ്റുമെന്ന് നമ്മുടെ മനസ്സാക്ഷിക്ക് അനുസൃതമായ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ ബലി കഴിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് രാഷ്ട്രീയക്കാരോടായാലും പറഞ്ഞ് മനസ്സിലാക്കി നമുക്കറിയാവുന്ന കാര്യങ്ങൾ അതിൻ്റെ ശരിയും തെറ്റും പറഞ്ഞ് മനസ്സിലാക്കി പലപ്പോഴും ആ പോളിസികൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ജനോപകാരപ്രദമായ രീതിയിലേക്ക് വഴിതിരിച്ചു വിടാൻ പലപ്പോഴും നമുക്ക് സാധിക്കും. അങ്ങനെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുകയായിരിക്കും നല്ലത്. തീർച്ചയായിട്ടും അത് നമ്മളൊരു അപ്പോയിൻമെൻ്റായി വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, സിവിൽ സർവീസ് എന്ന് പറയുന്ന ഒരു റിസൾട്ടിനപ്പുറം ആ റിസൾട്ട് വരുന്ന ദിവസം കഴിയുമ്പോൾ തന്നെ നമ്മൾ ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമാവുകയാണ്. അതിൻ്റെ ഭാഗമായ ചില റെസ്പോൺസിബിലിറ്റീസും നമുക്കുണ്ട്. ഈ പറയുന്ന എല്ലാ വിഭാഗങ്ങളും, പൊതുജനം, മാധ്യമങ്ങൾ, രാഷ്ട്രീയക്കാർ, അങ്ങനെ അധികാര സ്ഥാനത്തിരിക്കുന്നവർ എല്ലാവരുമായും ഒരു ഡിപ്ലോമാറ്റിക്കായ ഒരു അപ്രോച്ച്, എല്ലാവരുമായും സഹകരിച്ചു പോകുന്ന ഒരു അപ്രോച്ച് യഥാർത്ഥത്തിൽ കുറച്ച് ദുഷ്കരമാണ്. കാരണം എല്ലാ വ്യക്തികളും പലരും അനുഭവസമ്പന്നരായിരിക്കും. നമ്മൾ ഈ രംഗത്തേക്ക് ആദ്യമായി വരുന്നവരാണ്. പക്ഷേ ആ പരിഗണന പലപ്പോഴും ലഭിച്ചില്ലെന്ന് വരാം. അതുകൊണ്ട് തന്നെ ഈ എല്ലാ മേഖലകളിലുള്ള ആൾക്കാരെയും കഴിയുന്നതും അവരുമായി സഹകരിച്ച് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് വളരെ വിഷമകരമായ ഒരു ദൗത്യം തന്നെയാണ്. അത് എത്രത്തോളം വിജയകരമാക്കുന്നു എന്നുള്ളതിൽ തന്നെയാണ് നമ്മുടെ കരിയറിൻ്റെ ഒരു വിജയവും ഇരിക്കുന്നത്. ചില സാഹചര്യങ്ങളിൽ കൂടുതൽ വലിയ ആവശ്യക്കാർ അല്ലെങ്കിൽ അത്യാവശ്യക്കാർ പൊതുജനമാണെന്ന് വരുമ്പോൾ പലപ്പോഴും ഒരു നിലവിൽ വരുന്ന ഒരു പോളിസിക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെന്ന് നമുക്ക് തോന്നുമ്പോൾ അതിനുവേണ്ടി നമ്മൾ അവർക്ക് വേണ്ടി വാദിക്കേണ്ട അവസ്ഥ ഉണ്ടായെന്ന് വരാം. ചിലപ്പോൾ നേതൃത്വം പറയുന്ന കാര്യങ്ങളാണ് കൂടുതൽ മെച്ചമെന്ന് തോന്നുമ്പോൾ ആ കാര്യങ്ങൾ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട അവസ്ഥയും ഉണ്ടാകും. അതാത് സാഹചര്യം അനുസരിച്ചായിരിക്കും അത് തീരുമാനിക്കപ്പെടുന്നത്. എനിക്ക് സിവിൽ സർവീസിന് വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികളോട് പറയാനുള്ളത്, സിവിൽ സർവീസ് എന്ന് പറയുന്നത് ഒരു ബാലികേറാമലയല്ല. പക്ഷേ ഈ പരീക്ഷ വളരെ എളുപ്പമുള്ള ഒന്നാണെന്ന് ഞാൻ പറയില്ല. കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും പ്രയാസമേറിയ ഒരു പരീക്ഷ എന്ന് ഇതിനെ വിളിക്കുന്നതിന് കാരണം ഈ പരീക്ഷയുടെ ഈ ഒരു വർഷം നീളുന്ന ഒരു ഡ്യൂറേഷനും അതിൻ്റെ 3 ഘട്ടങ്ങളുമൊക്കെയാണ്. അപ്പോൾ സ്കൂൾ കാലഘട്ടത്തിലെ തന്നെ പത്രങ്ങൾ വായിക്കുകയും അതുപോലെ സാമൂഹ്യ അവബോധമുള്ളവരായി വളരുകയും ചെയ്യുക എന്നുള്ളത് ഇതിന് അത്യാവശ്യമായ ഒരു ഘടകമാണ്. ഒപ്പം സിവിൽ സർവീസ് പഠനത്തിലേക്ക് സീരിയസ് ആയി വരുമ്പോൾ പഠനം തുടങ്ങുന്ന കാലം മുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് വരുന്ന സമയം വരെ തുടർച്ചയായി ഈ പരീക്ഷയിലേക്ക് ഫോക്കസ്ഡായി നിൽക്കാനും ഒപ്പം നിങ്ങളുടെ കുടുംബത്തിൻ്റെ സപ്പോർട്ടും ദൈവാനുഗ്രഹത്തോടും കൂടി കൃത്യമായ ചിട്ടയായ കഠിനാധ്വാനത്തിലൂടെ വിജയം വരിക്കുന്നവരെ പരിശ്രമിക്കാനും ഉള്ള ഒരു മനസ്ഥിതി കൂടി നിങ്ങളിൽ ഉണ്ടായാൽ തീർച്ചയായും സാധാരണക്കാരനായ കേരളത്തിലെ ഏതൊരു കുട്ടിക്കും എത്തിപ്പിടിക്കാവുന്ന ഒരു മേഖല തന്നെയാണ് സിവിൽ സർവീസ്.